ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പുതിയ KPCC അധ്യക്ഷൻ സൗമ്യനാണ്, മൃദുഭാഷിയാണ്, വിവാദങ്ങളിൽ പെടാത്ത ആളാണ്. കണ്ണൂരിൽ കെ സുധാകരന്റെ പിൻഗാമിയായി ആദ്യം DCC പ്രസിഡന്റും ഇപ്പോൾ KPCC പ്രസിഡന്റുമായിരിക്കുന്ന സണ്ണി ജോസഫിന് മുന്നിൽ കാത്തിരിക്കുന്നത് എന്തൊക്കെ വെല്ലുവിളികളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനും പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും അപ്പുറം പാർട്ടിയിലെ വ്യത്യസ്ത സ്വരങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ സണ്ണി ജോസഫ് എത്രമാത്രം വിജയിക്കും? അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിൽ തന്നെ തന്റെ ഗ്രാഫ് താഴ്ന്നതിനെക്കുറിച്ച് വാചാലനായ കെ മുരളീധരനും പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അവഗണിക്കപ്പെട്ടുവെന്ന് പരാതിപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷും നൽകിയ സൂചനകൾ എന്താണ്? വർക്കിംഗ് പ്രസിഡന്റുമാരായി യുവ നേതാക്കൾ വരുമ്പോൾ പ്രവർത്തനത്തിൽ വരുന്ന മാറ്റം എന്താകും? മൂന്നാം പിണറായി സർക്കാർ എന്ന ആത്മവിശ്വാസത്തിൽ ഇടതുപക്ഷം നിൽക്കുമ്പോൾ കോൺഗ്രസ് തന്ത്രങ്ങൾ എന്താണ്? സണ്ണി ഷൈൻ ചെയ്യുമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ കോൺഗ്രസ് സഹയാത്രികൻ N. ശ്രീകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ A. സജീവൻ എന്നിവരാണ്. ആദ്യം ഞാൻ ശ്രീ സണ്ണിക്കുട്ടിയിലേക്ക് പോകുന്നു. ശ്രീ സണ്ണിക്കുട്ടി, ഇപ്പോൾ പുതിയ KPCC പ്രസിഡന്റ് മുന്നിലെ വെല്ലുവിളികൾ എന്തായിരിക്കും എന്നതിൽ തുടങ്ങാമെന്ന് തോന്നുന്നു. സ്മൃതി, സണ്ണി ഷൈൻ ചെയ്യുമോ എന്നാണല്ലോ സ്മൃതി പ്രേക്ഷകരുടെ മുമ്പിൽ വയ്ക്കുന്ന ചോദ്യം. സാധാരണഗതിയിൽ സണ്ണിമാരെല്ലാം ഷൈൻ ചെയ്യാറാണ് പതിവ്. ഇവിടെയും അത് തന്നെ ആയിരിക്കും സംഭവിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിനി ഗൗരവമായ വിഷയത്തിലേക്ക് കടന്നു വരാം. അദ്ദേഹത്തിന് മുമ്പിലുള്ള വെല്ലുവിളികൾ, അത് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് ആര് വരുന്നു, KPCC പ്രസിഡൻ്റായിട്ട് ആര് വന്നാലും X or Y, A or B, പാർട്ടിയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും വെല്ലുവിളികളായിട്ട് മാറുക. പണ്ടൊക്കെ വലിയ തോതിൽ ഗ്രൂപ്പ് പോരാട്ടങ്ങൾ, മത്സരങ്ങൾ, അത് തെരുവിലോളം എത്തിയിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ അന്ന് പാർട്ടി തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ, അല്ലെങ്കിൽ പാർട്ടിക്ക് ഒരു പൊതു ശത്രു പാർട്ടിയെ കടന്നാക്രമിക്കുമ്പോഴൊക്കെ പാർട്ടി ഒന്നിച്ചു നിന്നിരുന്നു. പക്ഷേ ഗ്രൂപ്പ് ഇല്ല എന്നാണ് പറയുന്നത്. അതെന്തുമായിക്കൊള്ളട്ടെ, ഗ്രൂപ്പില്ലാത്ത ഒരു നല്ല കാര്യമാണ്. പക്ഷേ ഈ ഒരു പുതിയ ടീം വരുന്നു. ആ ടീമിനൊരു നല്ല ടീം എന്നൊരു ഒരു ഒരു പ്രശസ്തി, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വിശേഷണം ഇതിനകം ചാർത്തി കിട്ടിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ പ്രസിഡന്റുമാരൊക്കെ ഒരു ഒറ്റപ്പോക്ക് നയമാണ്. കാരണം പ്രസിഡന്റാണ് പ്രധാനം. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന് അപ്രമാദിത്വമുള്ള ഒരു സംഘടന. ഇനി AICCയിലായാൽ പോലും, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിൽ പോലും മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. പ്രദേശ് കമ്മിറ്റികളിലൊക്കെ PCC പ്രസിഡന്റുമാർ, അവരാണ് പാർട്ടിയെ, അല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കുക, മുന്നോട്ട് കൊണ്ടുപോകാം. കമ്മിറ്റികളൊക്കെ ഉണ്ടാവും, എക്സിക്യൂട്ടീവോ PCC ഒക്കെ ഉണ്ടാവും. പക്ഷേ പ്രസിഡന്റിന് ഒരു വലിയ റോളുണ്ട്. പ്രസിഡന്റ് പലപ്പോഴും നമ്മുടെ കേരളത്തിലെ പലരുടെയും പ്രവർത്തന രീതികളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവരൊക്കെ അവരുടേതായ രീതിയിലൊരു പോക്കായിരുന്നു. പക്ഷേ സണ്ണി ജോസഫ് വളരെ വ്യത്യസ്തമായിട്ടൊരു ടീം മാനായിട്ട് അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ. 1-2 ദിവസമേ ആയിട്ടുള്ളൂ, ഇന്നലെയാണ് ചാർജ് എടുത്തത്. പക്ഷേ ആ ഒരു ഫീല് കൊടുക്കുന്നതിന് മറ്റു നേതാക്കൾക്ക്, അല്ലെങ്കിൽ നേതാക്കൾക്ക്, സഹപ്രവർത്തകർക്ക് അങ്ങനെ ഒരു ഫീല് കൊടുക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ നിയോഗിച്ച സമയം മുതൽ. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും നേരത്തെ സ്മൃതി ചൂണ്ടിക്കാട്ടിയ കുറേ കാര്യങ്ങൾ ഈ ചടങ്ങിൽ, അല്ലെങ്കിൽ ഉദ്ഘാടന ചടങ്ങിൽ തന്നെ, അല്ലെങ്കിൽ സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിൽ തന്നെ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, അസ്വാരസ്യങ്ങളൊക്കെ, അത് പണ്ടൊക്കെ ഇങ്ങനെയൊന്നും അല്ല. പണ്ട് പലരും ഒരു വലിയ വിഭാഗം ഒഴിഞ്ഞു നിൽക്കുക, അവർ പങ്കെടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇന്നലെ ചില ആളുകൾ വന്നിട്ടില്ല, ചില പ്രധാനപ്പെട്ട നേതാക്കൾ, MP-മാർ, അവരൊക്കെ വന്നിട്ടില്ല എന്നൊക്കെ ഉള്ളത് ശരിയാണ്. പക്ഷേ ഉണ്ടാകാനുള്ള തർക്കങ്ങൾ, ഏതാണ്ട് ആന്റണി ആയിരിക്കും പ്രസിഡന്റ് എന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത പരന്നപ്പോൾ തന്നെ ഉണ്ടാകാനുള്ള കോലാഹലങ്ങളും കൊടുങ്കാറ്റെന്ന് പറയാനില്ല, ചെറുകാറ്റെങ്കിൽ ചെറുകാറ്റ്, അതൊക്കെ അങ്ങ് ഉണ്ടായി തീർന്നു. അതിനുശേഷം ആ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ മുന്നിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ, അവിടെ വെറുതെ ഒരു തീരുമാനം എടുക്കുകയല്ല, 10-30 പ്രമുഖ നേതാക്കളെ അവരെ നേരിട്ട് വിളിച്ച് അവരുടെ അഭിപ്രായം ആരായിരുന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, നേരത്തെ ആന്റോയെ തീരുമാനിക്കുമ്പോൾ അങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നില്ല എന്നാണ്. അതാണ് അവിടെ അപകടം പറ്റിയത്. പക്ഷെ പിന്നീട് അത് കറക്ഷൻ, അത് തിരുത്തപ്പെടുന്നു. രാഹുൽ ഗാന്ധി തന്നെ വിളിക്കുന്നു, സംസാരിക്കുന്നു. അപ്പോൾ ഈ വിളിച്ച ആളുകൾ അതെങ്ങനെയാണ് അവരെയൊക്കെ തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ.
ഏത് രീതിയിലുള്ളവരാണ് മുൻ PCC പ്രസിഡന്റുമാരുണ്ടാവും, അല്ലെങ്കിൽ അതുപോലെയുള്ള മുൻ പ്രതിപക്ഷ നേതാക്കൾ, അങ്ങനെയൊക്കെയുള്ള ആളുകളെ ആയിരിക്കാം വിളിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു സെലക്ഷൻ ഉണ്ട്, ഒരു മാനദണ്ഡം. നമ്മളൊരു തീരുമാനത്തിലേക്ക് PCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന ഒരു ചർച്ച നടക്കുമ്പോൾ അതിലേക്ക് അഭിപ്രായം ആരായുന്നത് ആരാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വർക്കിംഗ് പ്രസിഡന്റുമാരെയും UDF കൺവീനറെയും AICC നിയോഗിക്കുകയും ഞങ്ങൾ ചാർജ് എടുക്കുകയും ചെയ്തു. സാധാരണ നിലയിൽ AICC നേതൃത്വവുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയാണ്. അതിൽ ഞങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റിൻ്റെയും പ്രിയങ്കരനായ രാഹുൽജിയുടെയും എല്ലാം സപ്പോർട്ടും ഉപദേശ നിർദ്ദേശങ്ങളും സ്വീകരിച്ചു. സംഘടനയെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടി. തെരഞ്ഞെടുപ്പുകൾ 2 കേരളത്തിൽ വരുന്നു. ആ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ ഐക്യജനാധിപത്യ മുന്നണിയെയും ഒരുക്കുന്നതിന് ശക്തമാക്കുന്നതിനുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും തന്നെ എത്തിയിരുന്നു. ശക്തമായിട്ടുള്ള അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ പുനഃസംഘടന സംബന്ധിച്ചെന്തെങ്കിലും അത്തരം കാര്യങ്ങൾ പാർട്ടി തലത്തിൽ ആലോചിക്കും. അത്തരം കാര്യങ്ങൾ പാർട്ടി തലത്തിൽ ഇല്ല. ഇത്തരം കാര്യങ്ങൾ സുധാകരൻ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില അസൗകര്യങ്ങളുണ്ടായിരുന്നു പറഞ്ഞിരുന്നു. എന്താണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു? ഇപ്പോൾ പുതിയ ലീഡർഷിപ്പാണ്. നിങ്ങളുടെ മുമ്പിലുള്ള ചലഞ്ച് എന്താണ് നേതൃത്വത്തോട്? തെരഞ്ഞെടുപ്പുകളെ വിജയകരമായിട്ട് UDFനെ ഒറ്റക്കെട്ടായി കൊണ്ടുപോവുക, നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക, നല്ല പ്രചരണ മെഷീനറി ഉണ്ടാക്കുക. ഇന്നത്തെ LDF സർക്കാരിൻ്റെ ആൻറ്റി ഇൻകംബൻസി ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിക്കുക. സാധാരണ ഒരു ഈ ഇലക്ഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഈ തദ്ദേശത്തിന് ശേഷം നിയമസഭയാണ് ടാർഗറ്റ് എന്തെങ്കിലും? രണ്ടും ഞങ്ങൾ ഒന്നിച്ചു പോകും. ആദ്യത്തേത് പ്രവർത്തകർ മത്സരിക്കുന്ന, സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന, ജനജീവിതത്തെ ഏറെ സ്വാധീനിക്കുന്ന ആദ്യത്തെ ഇലക്ഷൻ. അതിന് ആദ്യത്തെ പ്രാധാന്യം. ഉടനെ തന്നെ തെരഞ്ഞെടുപ്പ് അസംബ്ലിയും വരികയാണ്. തത്തുല്യ പ്രാധാന്യത്തോടെ രണ്ടും കൈകാര്യം ചെയ്യും. ഹൈക്കമാൻഡിന്റെ കൂടുതൽ ഇടപെടൽ, കൂടുതൽ ആവശ്യമായ സഹായവും സപ്പോർട്ടും എല്ലാ കാലത്തും ഉണ്ട്. മാഡം 1 minute. Madam, may I speak? What the message you have conveyed to them? Today, the new team of Kerala, which is very balanced, and everywhere our workers are so enthusiastic, even the media, our UDF partners, they all congratulate this team, and especially it is our new responsibility to come in power in 2026, and for that the enthusiasm shouldn't stop, and we will just go together as a team, and unanimously, univocally, we will speak and we will do it. That is the main promise today. പുതിയ യുവത്വം ഒരു ഇതായിട്ട് പറയുന്നത് യുവാക്കൾ എന്താണ് പ്രതീക്ഷിച്ചത്? യുവാക്കളും സീനിയേഴ്സും എല്ലാം കൂടി ചേർന്ന ഒരു നല്ല ടീമിനെയാണ് കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെയും പിന്തുണയോടുകൂടി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ, ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ, കേരളത്തിലെ വരുംകാല സംഘടനാ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചത്. ഞങ്ങൾ യുവാക്കളും അനുഭവ സമ്പത്തുള്ള ഞങ്ങളുടെ നേതാക്കന്മാരും എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ഒരു ലക്ഷ്യമേ ഉള്ളൂ. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം, കേരളത്തിലെ UDFനെ അധികാരത്തിലെത്തിക്കുക. അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക. ഇപ്പം ചില റിപ്പോർട്ടുകളൊക്കെ തന്നെ ചില കോർണറിൽ നിന്നൊക്കെ ചില ഡിസാറ്റിസ്ഫാക്ഷൻസ് വരുന്നുണ്ടെന്നുള്ള ഞാനൊന്ന് പറഞ്ഞോളാം. ഈ ചില റിപ്പോർട്ടുകൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ചില റിപ്പോർട്ടുകൾ മാത്രമാണത്, അത് യാഥാർത്ഥ്യമല്ല. ഒരു കാര്യം വ്യക്തമാണ്. ഇതുപോലെ ചില റിപ്പോർട്ടുകൾ പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിരുന്നു. വലിയ ഡിസാറ്റിസ്ഫാക്ഷനും ആകെ പൊട്ടിത്തെറിയാണ്, ഞങ്ങളിതോടെ തീരാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രചരണം ഉണ്ടായിരുന്നു. അവസാനം ജനങ്ങൾ തീരുമാനിച്ചത് എന്താ? ഇപ്പോൾ അതുപോലെ തന്നെ ഈ ഡിസാറ്റിസ്ഫാക്ഷൻ്റെ റിപ്പോർട്ടുകളെയും കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ ഇതിനകം തന്നെ ഒന്നടങ്കം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇൻഡിവിജ്വലി കിട്ടുന്നതല്ല, ഒരു ടീം എന്നുള്ള നിലയ്ക്ക് പാർട്ടി പ്രവർത്തകർ, സാധാരണ പ്രവർത്തകർ, ജനങ്ങളും, ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ നൽകുന്ന പിന്തുണ ഞങ്ങൾക്ക് നേരിട്ട് അതിൻ്റെ ഡയറക്റ്റ് റെസ്പോൺസ് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ആ റിപ്പോർട്ടുകൾക്കല്ല യാഥാർത്ഥ്യം ജനങ്ങളും പാർട്ടി പ്രവർത്തകരും നന്നായി അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇത്തരം റിപ്പോർട്ടുകൾ ഏറെ കണ്ടതാണ് കഴിഞ്ഞ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ. അന്നും ഞങ്ങൾ പറഞ്ഞു ഈ റിപ്പോർട്ടുകളല്ല ജനവിധി എന്നുള്ളത്. അല്ല, ഈ ഇന്നലെ സംസാരിച്ച സമയത്ത് ചെന്നിത്തല പറഞ്ഞത് പിണറായി 3.0 ജനം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഒന്നിച്ച് നിന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള അനൈക്യമല്ല. ജനം ആഗ്രഹിക്കുന്നില്ല, അവരെ ആഗ്രഹിക്കുന്നത്, ആ കുടുംബമാണ് ആഗ്രഹിക്കുന്നത്. ജനം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അതാണ് പറഞ്ഞത്, അത് നമ്മൾ ഒന്നിച്ച് നിൽക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു ഇഷ്യൂ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അല്ല, അത് ഞങ്ങൾ ഒന്നിച്ച് നിൽക്കണം എന്നുള്ളത് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ്. ഒന്നിച്ച് നിൽക്കണം എന്ന് ആഗ്രഹമുള്ളത് ഒന്നിച്ച് നിന്നിട്ട് തന്നെ അതിനെ നേരിടുകയും ഞങ്ങളുടെ കൂടെ ജനവും ഒന്നിച്ചുണ്ട് ഇത്തവണ. അവർ 3.0 എന്ന് പറയും തോറും ഞങ്ങൾക്ക് സപ്പോർട്ട് ഇപ്പുറത്ത് കൂടിക്കൊണ്ടിരിക്കുക.
ശരി, നേതാക്കളുടെ പ്രതികരണം AICC ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത പ്രധാനപ്പെട്ട യോഗത്തിന് ശേഷം നടത്തിയ പ്രതികരണമാണ്. ദീപാദാസ് മുൻഷി പറഞ്ഞ കേട്ടല്ലോ, 2026 ലക്ഷ്യമിട്ടാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്. ശ്രീ സണ്ണിക്കുട്ടി, ഇപ്പോൾ ഈ നേതാക്കൾ പ്രതികരിച്ചതിൽ വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി പറമ്പിൽ പറഞ്ഞ പ്രതികരണം, ചില നേതാക്കൾ ഈ യോഗത്തിൽ വന്നിട്ടില്ല, കെ സുധാകരൻ വന്നിട്ടില്ല, കെ മുരളീധരൻ വന്നിട്ടില്ല, നേതാക്കൾ കെ സുധാകരൻ അസൗകര്യം അറിയിച്ചു എന്ന് പറയുന്നു, മുരളീധരൻ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ മുരളീധരൻ ഈ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ നടത്തിയ പ്രസംഗം പോലും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് മറ്റൊരു അജണ്ടയാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടതുണ്ടോ? ഒരു അസഹിഷ്ണുത ഒരു പുതിയ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ടോ കോൺഗ്രസിനകത്ത്? സ്മൃതി, നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നത് പോലെ ഗൗരവതരമായ ഒരു അസഹിഷ്ണുതയോ അല്ലെങ്കിൽ അതൃപ്തിയോ ഉണ്ടെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ ഈ നേതാക്കൾ, പ്രസിഡന്റും ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും വർക്കിംഗ് പ്രസിഡന്റുമാരൊക്കെ സംസാരിച്ചതിനെ നമ്മൾ ഈ പ്ലസന്ററീസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പെടുത്തിയാൽ മതി. ഒരു സ്ഥാപനത്തിൻ്റെ തലവനായിട്ട് ഒരാൾ ചുമതല ഏൽക്കുന്നു, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ സംഘടനയുടെ തലപ്പത്ത് ഒരാൾ വരുന്നു, അപ്പോൾ ആരും പറയുന്ന ചില കാര്യങ്ങൾ ഒന്നിച്ച് നിൽക്കണം, അങ്ങനെയൊക്കെ തന്നെ. ഇത് ഒന്നിച്ച് നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് തന്നെയാണ് അവിടെ ആ കൂട്ടത്തിൽ പത്രലേഖകർ ആരോ ചോദിച്ച ഒരു ചോദ്യം, രമേശ് ചെന്നിത്തലയെ കോട്ട് ചെയ്തുകൊണ്ട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റുമോ? ഇവിടെ മുരളീധരൻ ഒരു നല്ല KPCC പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിന് പോലും KPCC പ്രസിഡന്റാകാനുള്ളൊരു യോഗ്യതയുള്ള, ഇനിയും ഒരിക്കൽ കൂടെ യോഗ്യതയുള്ള ആളായിരുന്നു. പക്ഷെ അദ്ദേഹമൊക്കെ തുടക്കം മുതലേ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഫോട്ടോയിൽ കണ്ടാലെങ്കിലും അറിയണം മുതലായ പഞ്ച് ഡയലോഗുകളുമായിട്ട്. അപ്പോൾ അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഡയലോഗാണ് ഇന്നലെ ഉണ്ടായത്. ഇപ്പോൾ പ്രസിഡന്റ് നമ്മുടെ സുധാകരൻ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അതാണ് സണ്ണി ജോസഫ് രാവിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറഞ്ഞത്. അതൊക്കെ നമ്മൾ കണ്ടതാ. അദ്ദേഹം നേരത്തെ എന്താ പറഞ്ഞത്? ഹൈക്കമാൻഡ് ഒരു പുതിയ പ്രസിഡന്റിനെ തീരുമാനിച്ചാൽ ഞാൻ അപ്പോഴിറങ്ങും, ഞാൻ അവരെ ഒരു പുതിയ ഒരാളിനെ വെക്കുന്നതിന് എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് എന്താ പറഞ്ഞത്? അപ്പോൾ ഇന്നലെ അദ്ദേഹം ഈ അനുഗ്രഹങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഇന്ന് അദ്ദേഹം ഡൽഹിക്ക് പോയിട്ടില്ല. കാരണം അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് സ്ഥിരം ക്ഷണിതാവായിട്ട് നോമിനേറ്റ് ചെയ്ത ആളാണ്. ഇപ്പം മുരളിയൊന്നും പോയില്ലേ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ സുധീരനോ ആരെങ്കിലും പോയില്ല, അല്ലെങ്കിൽ മുല്ലപ്പള്ളി പോയില്ല. പക്ഷേ ഈ നേതൃമാറ്റത്തിന്റെ കൂട്ടത്തിൽ ഒരു പാക്കേജായിട്ട് വന്നപ്പോൾ അതിലേറ്റവും പ്ലം പോസ്റ്റ് കിട്ടിയ ആളാണ് സുധാകരൻ. KPCC പ്രസിഡന്റിനേക്കാൾ വലിയ പോസ്റ്റാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാത്ത പദവി എന്നല്ല, അംഗീകാരം. ഇന്നലെ അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞത്. ഞാൻ സ്മൃതി പണ്ടൊരു കാര്യം ആലോചിക്കും. ഇപ്പോൾ ഈ നമ്മുടെ നേതൃത്വ രംഗത്ത് നിൽക്കുന്ന ഒരാൾ KPCC പ്രസിഡന്റായപ്പം ഒഴിഞ്ഞത് നമ്മുടെ തെന്നല ബാലകൃഷ്ണപിള്ള. ഞാനന്ന് റിപ്പോർട്ടറാണ്. ഞാൻ ആ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ കാണുന്നത് അതുവരെ അദ്ദേഹം ഔദ്യോഗികമായിട്ട് ഉപയോഗിച്ചിരുന്ന KPCCയുടെ കാറിൻ്റെ താക്കോല് കൊടുത്തിട്ട് അദ്ദേഹം നമ്മുടെ തെന്നലിച്ചേട്ടൻ താഴേക്ക്, പഴയ KPCC ഓഫീസിൻ്റെ പഴയ പോർഷനില്ല, അവിടുന്ന് താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ ഞാൻ മാത്രമേ കൂടെയുള്ളൂ. ഞാൻ ചോദിച്ചു, ചേട്ടാ എങ്ങനെയാണ് പോകുന്നേ? അല്ല, ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷ പിടിക്കണം. എന്നിട്ട് അദ്ദേഹത്തിന് ഓട്ടോറിക്ഷ പിടിച്ചു കൊടുത്തത് ഞാനാണ്. കാരണം ഞാനവിടെ ഒരു പത്രലേഖനായിട്ട് ചെന്ന ആളാണ്. അങ്ങനെയാണ് ഇവിടെ നേതൃമാറ്റങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ അങ്ങനെ ആയിരുന്നു. വലിയൊരു യാത്രയപ്പ്, അദ്ദേഹം പുതിയൊരു പദവിയിലേക്ക് വരുന്നു, പടക്കുതിരയായിട്ട് മുമ്പിൽ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് പടക്കുതിരയെ കാണുന്നില്ല. നമ്മൾ മുമ്പിൽ നിൽക്കേണ്ട ആളല്ലേ, ഇന്നത്തെ ഈ ചർച്ചയിൽ നിൽക്കേണ്ട ആളല്ലേ. അതുപോലെ ഈ നേതൃമാറ്റ തീരുമാനത്തിൽ വലിയ പങ്ക് വഹിച്ച സുധീരൻ, അല്ലെങ്കിൽ മുല്ലപ്പള്ളി, അല്ലെങ്കിൽ അങ്ങനെ പല ആളുകൾ, അല്ലെങ്കിൽ തന്നെ ഇന്നലെ എന്താണ് കൊടിക്കുന്നിൽ സുരേഷ് ഇതിനിടയ്ക്ക് പറയേണ്ട ഒരു കാര്യമാണോ? ഒരു പുതിയ ടീം വരുന്നു, അദ്ദേഹം അവിടെ മുഴുവൻ KPCC പ്രസിഡന്റുമാരുടെ ചിത്രം നോക്കിയിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ കണ്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ആളാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് ആക്കിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് പലപ്പോഴും നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. സ്മൃതി, ഒരു മാസം മുമ്പ് ഡൽഹിയിൽ ഇവരെ വിളിച്ച് നേതാക്കളുടെ ഒരു യോഗം നടത്തിയല്ലോ. ആ യോഗത്തിൽ ഈ ഒരു പ്രശ്നം ഉന്നയിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ദളിത് വിഭാഗത്തിൽ നിന്നൊരു PCPs ഉണ്ടാകേണ്ടതാണ്, യാതൊരു സംശയമില്ല. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്നു, മുഖ്യമന്ത്രിമാരുണ്ടാകുന്നു, എന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടാകുന്നില്ല? ഒരു ചോദ്യമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എത്ര പേരെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ എത്ര പേരെ ഈ വിഭാഗത്തിൽ നിന്ന് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആ യോഗത്തിൽ രാഹുൽ ഗാന്ധി ചോദിക്കുക. തീർച്ചയായിട്ടും. അതുപോലെ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവരെയൊക്കെ പറഞ്ഞു വിടുക. KK ഷാജു എന്ന് പറഞ്ഞൊരു നേതാവുണ്ടായിരുന്നു, JSSC എന്ന് വന്നു, നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല, അദ്ദേഹം തിരിച്ച് CPM പോയി. അതുപോലെ ശ്രീനിജൻ,
അയാളെക്കുറിച്ച് എന്തോ പരാതികളൊക്കെ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാവും. അയാൾ എന്ത് ചെയ്തു? അയാളെ ഇവിടെ നിൽക്കാൻ മേലാതെ പാർട്ടിക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു സ്ഥിതി വന്നു. അയാളിപ്പോൾ CPM-ൻ്റെ ഒരു MLA അവിടെ പിന്നെ CPM സീറ്റ് കൊടുത്ത് MLA ആക്കുക. അപ്പോൾ നമ്മളിവിടുന്ന് ആളുകളെ പറഞ്ഞു വിട്ടുകൊണ്ടിട്ടിട്ട് ഈ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ എന്താ ഈ യോഗം, സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചത് നമ്മളിപ്പോൾ നേതാക്കൾ വിളിച്ചൊരു യോഗം നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി ഇവരുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം PCC ജനറൽ സെക്രട്ടറിമാർ ട്രഷറർ എന്ന് പറഞ്ഞൊരു പോസ്റ്റുണ്ട്. അത് പിന്നെ പ്രതാപ് ചന്ദ്രൻ അന്തരിച്ചതിന് ശേഷം ഇതുവരെ അത് നികത്തിയിട്ടില്ല. അപ്പം ഒരു പുതിയ ടീം, ഈ സമയമില്ലെന്നേ ഇവർ ഈ വലിയ വർത്തമാനങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് സമയമില്ല. അപ്പോൾ അങ്ങനൊരു പുതിയ ടീം ഉണ്ടാകുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനമുണ്ടായെന്നോ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായെന്നോ അക്കാര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചതായിട്ട് ഈ ഒരു പ്രധാന പ്രശ്നം കൂടെ പറഞ്ഞോട്ടെ സ്മൃതി. അപ്പോൾ ഈ MP-മാർ പോകുന്നില്ല. MP-മാർക്ക് അടുത്ത കാലത്തായിട്ടൊരു വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അവരോട് ചർച്ച ചെയ്യുന്ന ഒരു രീതി കഴിഞ്ഞ ഒരു 5 വർഷമായിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഉണ്ടായില്ല. 6 or 7 MP-മാർ പലരും പോകാത്തതിന് കാരണമുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പില്ല എന്ന് പറഞ്ഞാലും ഇവിടെ ഈ നേതൃമാറ്റ പ്രക്രിയയിൽ എന്താ സംഭവിച്ചത്? ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ ഇല്ലായ്മ ചെയ്യുക. ഗ്രൂപ്പില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, എം എം ഹസനെ കൺവീനർ ആക്കുമോ പ്രസിഡന്റ് ആക്കുമോ എൻ്റെ പ്രശ്നമേ അല്ല. പക്ഷേ MM ഹസനെ നിങ്ങൾ മാറ്റുമ്പം അദ്ദേഹം ഒരു ഗ്രൂപ്പിൽ നിന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആര് വന്നു? ഇപ്പം നമുക്ക് പിന്നെ ഇദ്ദേഹം വന്നു എന്ന് പറയാം, നമ്മുടെ ഷാഫി പിന്നെ വർക്കിംഗ് പ്രസിഡന്റ് ആയല്ലോ. അത് സിദ്ദിഖിനെ മാറ്റിക്കൊണ്ടാണ്. അപ്പം അതൊക്കെ നമ്മൾ പറഞ്ഞ ഈ ഗ്രൂപ്പില്ല എന്ന് പറയുമ്പോൾ, നമ്മൾ മതനിരപേക്ഷമാണെന്ന് പറയുമ്പോൾ എല്ലാ സമൂഹത്തിനും എല്ലാ സമുദായത്തിനുള്ള പ്രാതിനിധ്യമുണ്ടോ? എല്ലാ പണ്ട് ഗ്രൂപ്പ് അങ്ങനെ ആ രീതിയിൽ കാണണ്ട. അങ്ങനെ നിന്നവർക്ക് ചിലരെ ഒഴിവാക്കി നിർത്തുകയാണ്, അല്ലെങ്കിൽ ഒഴിവാക്കി കളയുകയാണ്. അതാണ് ബെന്നി ബെഹനാൻ KPC പ്രസിഡന്റ് ആകാതെ പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇതൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ട് ഒരു ടീമായിട്ട് പോയാൽ ഇവർക്ക് ചിലപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും. കാരണം രാഷ്ട്രീയ സാഹചര്യങ്ങൾ. ഈ സണ്ണി ജോസഫിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള ചോദ്യമാണല്ലോ. അദ്ദേഹം സൗമ്യനായതുകൊണ്ട് തന്നെ, അദ്ദേഹം ഇതുവരെ വിവാദങ്ങളിൽ പെടാത്ത ഒരു നേതാവായതുകൊണ്ട് എല്ലാവർക്കും പാർട്ടിക്കകത്ത് സ്വീകാര്യനാണ്. പക്ഷേ അതുകൊണ്ടായില്ലല്ലോ ഇന്നലെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ച് നടന്ന വ്യത്യസ്ത പ്രതികരണങ്ങൾ. അതൊരു കോൺഗ്രസിന്റെ സ്വഭാവമാണ്, കോൺഗ്രസിന്റെ ജനാധിപത്യമാണ് എന്നൊക്കെ പറയാമെങ്കിലും ഇനി സമയമില്ല എന്ന് ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞാണ് ഏറ്റവും പ്രധാനം. ഇനി സമയമില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അപ്പുറത്ത് നല്ല ആത്മവിശ്വാസത്തിലാണ് പിണറായി മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് ഇടതുപക്ഷം ആവർത്തിച്ച് പറയുന്നു. അവരത് കൃത്യമായി അതിനുള്ള പ്ലാനുകൾ നടപ്പാക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഞാനുണ്ടോ എന്ന ചോദ്യം ഓരോരുത്തരും സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനവൻ്റെ കാര്യം എന്ന രൂപത്തിലേക്ക് നേതാക്കൾ പ്രതികരിക്കുന്നു. അത് പരസ്യ പ്രതികരണമാകുന്നു. അപ്പോൾ കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ടല്ലോ ജനങ്ങൾക്ക്. എന്താണ് പറയാനുള്ളത്? മുമ്പ് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ്? ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള പോരാട്ടം തുടരുന്നു. അതിനു മുമ്പ് നമ്മൾ ശശി തരൂർ ചർച്ച ചെയ്തു. ഇതൊക്കെ എതിരെ നമ്മൾ പറഞ്ഞു സമയമില്ല. എന്നിട്ട് ഇത്രയും കാലമായല്ലോ, ഈ സമയത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. പിന്നെ ഒരു പാർട്ടിയുടെ പുനഃസംഘടന നടക്കുമ്പോൾ ആ പാർട്ടിയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകും. അത് കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ടാകാം, കോൺഗ്രസിൽ ഇനി ഉണ്ടാകും. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തവണ KPCCയുടെ പുനഃസംഘടന എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത കാര്യം സുധാകരനെ മാറ്റാൻ പോകുന്നതാണ്. അന്ന് ചർച്ചകളിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സുധാകരനെ മാറ്റാൻ പോകുന്നു, മാറ്റും എന്നുള്ളതാണ് ഒരു വാർത്താ പ്രാധാന്യത്തിൽ കൊണ്ടുവരുന്നത്. സുധാകരനെ മാറ്റലല്ല, ഒരു പുനഃസംഘടനയാണ്. ആ പുനഃസംഘടന എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെയാണോ ഒഴിയേണ്ടി വരിക അവർ ഒഴിയും. അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ ഈ സ്മൃതി ചോദിച്ചത് സമയത്തിന്റെ പ്രശ്നം. 6 or 7 or 8 മാസം അല്ലെ 10 മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പ്രധാനപ്പെട്ട സമയം തന്നെ ധാരാളം മതി കോൺഗ്രസിന്. ഇതില് ഇത്തവണത്തെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മുൻപൊക്കെ KPCC പ്രസിഡന്റുമാരായിട്ട് വരുന്നവര് 2 രീതിയിലായിരുന്നു. ഒന്നുകിൽ പാർലമെന്ററി പാർട്ടി തലത്തിൽ പ്രജ്വലിച്ചു നിന്ന ഏതെങ്കിലും നേതാവിന്റെ താല്പര്യത്തിന് വരുന്ന പ്രസിഡന്റുമാര്, അതല്ലെങ്കിൽ തുല്യരിൽ ആരാണോ ഒന്നാമനായിട്ട് വരുന്നത് അത്. ഇത്തവണ ഇത് രണ്ടുമില്ല. വന്നിട്ടുള്ളത് ശ്രീ സണ്ണി ജോസഫാണ്. സണ്ണി ജോസഫ് കണ്ണൂരിലെ DCC പ്രസിഡന്റും പിന്നീട് അദ്ദേഹം പാർലമെന്ററി തലത്തിൽ തിളങ്ങിയ ഒരു വ്യക്തിയുമാണ്. അദ്ദേഹം KPCC പ്രസിഡന്റ് ആകുമ്പോൾ ഒരാളെ തുല്യരിലേക്ക് കയറ്റിക്കൊണ്ടുവരികയാണ്. അത് ആദ്യം മനസ്സിലാക്കുക.
അതായത് തുല്യരായ നേതാക്കന്മാരുടെ ഇടയിലേക്ക് മറ്റൊരാളെ കൂടി കോൺഗ്രസ് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അദ്ദേഹവും തുല്യരിൽ പെടുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ ഒറ്റയ്ക്കല്ല. നേരത്തെ സണ്ണിക്കുട്ടി പറഞ്ഞ പോലെ ഒരു ടീം വർക്കാണ്. ഈ ടീം വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് സാധാരണ പറയുന്ന ടീം വർക്കല്ല. കോൺഗ്രസിലെ രണ്ടാം നിര ഷാഫി പറമ്പിലും വിഷ്ണുനാഥും അതുപോലെ അനിൽകുമാറും സിദ്ദിഖും ഒക്കെ എല്ലാവരും ഉൾപ്പെടുന്ന രണ്ടാം നിരയുണ്ട്. ഈ രണ്ടാം നിരയുടെ പ്രവർത്തനമാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഉറ്റുനോക്കുന്നത്. കാരണം ഈ രണ്ടാം നിരയാണ് പാലക്കാട് ഉജ്ജ്വല വിജയം സമ്മാനിച്ചത്. അതുപോലെ വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം വൻതോതിൽ വർദ്ധിപ്പിച്ചത്. ഇവരുടെ ഒക്കെ ഒരു പ്രോത്സാഹനത്തിൽ KPCC പ്രസിഡന്റിന് വളരെ സുഗമമായിട്ട് ഈ പാർട്ടി കൊണ്ടു നടക്കാൻ പറ്റും. മുൻകാലങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും തുല്യരായ ഒരു നേതാവ് പ്രസിഡന്റായിട്ട് വരുമ്പോൾ അതേ തുല്യ സ്ഥാനത്തുള്ള മറ്റൊരു നേതാവിന്റെ ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് മതിയായ പ്രാതിനിധ്യം കിട്ടിയില്ലെങ്കിൽ തർക്ക വിഷയമാവാറുണ്ട്. ഇവിടെ ഒരു തർക്കവും വന്നില്ല. ഇപ്പൊ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നേതാക്കൾ പരസ്പരം അഭിപ്രായപ്പെട്ട കാര്യമല്ല. എന്തുകൊണ്ട് ഡൽഹിയിൽ പോയില്ല? ഞാൻ ഒരാളുടെ കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. VM സുധീരൻ. എന്തുകൊണ്ടാണ് സുധീരൻ ഡൽഹി പോകാതിരുന്നത്? PM സുധീരൻ തൃശ്ശൂരിൽ നിന്ന് സുപ്രധാനമായ ഒരു ചടങ്ങുണ്ടായിരുന്നു, നേരത്തെ നിശ്ചയിച്ചതാ. VR കൃഷ്ണ എഴുത്തച്ഛന്റെ സ്മൃതി മണ്ഡപത്തിലെ കോൺഗ്രസിന്റെ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട അദ്ദേഹമായിരുന്നു. അവിടെ BJP-ക്കാർ വന്നതൊക്കെ അറിയാമല്ലോ. അതുകൊണ്ടാണ് സുധീരൻ പോകാതിരുന്നത്. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. K. സുധാകരൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തില്ലെന്ന് കുഴപ്പമില്ല. കാരണം പുതിയ ടീമുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് AICC വിളിച്ചത്. പുതിയ ടീം എന്ന് പറയുമ്പോൾ ഇന്നലെ ചുമതലയേറ്റ ടീം എന്നേ അർത്ഥമുള്ളൂ. അതിൽ സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റിന് പോകാതിരിക്കാം. വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് പോകാതിരിക്കാം, പോകുന്നതൊക്കെ അവരുടെ ഇഷ്ടം. അത് വേറൊരു കാര്യം കൂടി ഇന്നലെ K. മുരളീധരൻ പറഞ്ഞല്ലോ, MP-മാർക്കൊക്കെ വേണമെങ്കിൽ പോകാം, ഞങ്ങൾക്കൊക്കെ കയ്യിൽ നിന്നും പണം എടുത്തു പോകണമെങ്കിൽ. അപ്പോൾ സുപ്രധാനമായ ഒരു മീറ്റിംഗ് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഇതിൽ പോയില്ലേനും കുഴപ്പമൊന്നുമില്ല. K. മുരളീധരൻ അത് മാത്രമല്ലല്ലോ അവിടെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഗ്രാഫ് താഴ്ന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി അവിടെ പറഞ്ഞത് പോട്ടെ, അത് കഴിഞ്ഞ് പുറത്തു വന്ന് അഭിമുഖം കൊടുക്കുമ്പോൾ പറയുന്നു പ്രതിപക്ഷ നേതാവ് തന്നെ ആകണം അടുത്ത മുഖ്യമന്ത്രി എന്നില്ല എന്ന്. ഇതൊക്കെ എന്തിനാണ് ഈ സമയത്ത് പറയുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഓരോന്നും ഓരോ സമയമുണ്ട്. ഈ സമയങ്ങളിൽ ഒറ്റക്കെട്ടായി അതിങ്ങനെ പറയേണ്ട കാര്യമില്ല, ചെയ്ത് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞ K. മുരളീധരനാണ് പിന്നീട് പുറത്തുപോയി മറ്റൊരു അഭിമുഖം കൊടുക്കുന്നത്. ഇതാണ് കോൺഗ്രസ് പാർട്ടി. അല്ല, സ്മൃതി നമ്മൾ ആലോചിച്ചറിയാമല്ലോ, K. മുരളീധരൻ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് അത് അഭിപ്രായപ്പെടുന്ന മുഴുവൻ ശരിയാണോ എന്ന് ചോദിച്ചാൽ മുഴുവൻ ശരിയല്ല. പക്ഷെ ഇന്നലെ വേദിയിൽ അദ്ദേഹം പറഞ്ഞത് സരസമായി ആ വേദിക്ക് ചേർന്ന പ്രസ്താവന. എന്റെ ഗ്രാഫ് താണു, പ്രതാപന്റെ ഗ്രാഫും താണു എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലത്തെ തോൽവിയാണ് ഉദ്ദേശിച്ചത്. അവിടെ അദ്ദേഹം വേറൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അത് നിങ്ങൾ ആരും ശ്രദ്ധിച്ചു പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞ എന്താണ്? വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം. അതും മുരളീധരനാ പറഞ്ഞ. അതെന്താ നിങ്ങൾ ഓർക്കാതിരുന്നത്? അപ്പോ ഈ നെഗറ്റീവായിട്ടുള്ള മാത്രം മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? സുരേഷ് ഗോപി തൃശ്ശൂരിലെ തമ്പടിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് കോൺഗ്രസും അറിഞ്ഞില്ല, CPIM അറിഞ്ഞില്ല, ഇടതുമുന്നണി അറിഞ്ഞില്ല. അതാണ് മുരളീധരൻ ചൂണ്ടിക്കാണിച്ചത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. മറ്റൊരു കാര്യം, പാലക്കാട് എത്തിയപ്പോൾ അതിലൊക്കെ ഒരു പരിഹാരം ഉണ്ടായെന്നാണല്ലോ മനസ്സിലാക്കിയത്. പാലക്കാട് അതിലൊക്കെ ഒരു ശ്രദ്ധയുണ്ടായിരുന്നു എന്നാണ് നേതാക്കൾ തന്നെ പറഞ്ഞതാണ്. പാലക്കാട് മാത്രമല്ലല്ലോ, ചേലക്കര ഉണ്ടായില്ലേ, വയനാട് ഉണ്ടായില്ലേ? വയനാട്ടിലത്തെ ഭൂരിപക്ഷം എത്രയാണ്? വയനാട്, അതായത് കഴിഞ്ഞ 6 മാസം മുമ്പ് 9 അസംബ്ലി മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. എന്ന് വെച്ചാൽ പാലക്കാട്, ചേലക്കര, വയനാടിൽപ്പെട്ട 7 അസംബ്ലി മണ്ഡലങ്ങൾ. ഈ 7 നമ്മുടെ മന്ത്രി കേളുവിന്റെ അടക്കം കോൺഗ്രസ് അല്ലേ ഭൂരിപക്ഷം നേടിയത്. ചേലക്കരയിലെ ഭൂരിപക്ഷം കുറച്ചുകൊണ്ടെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ഇതല്ല ഉപതെരഞ്ഞെടുപ്പാണ്, വ്യത്യാസം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ടീം സ്പിരിറ്റ്, രണ്ടാമത്തെ നിര, കോൺഗ്രസിന്റെ രണ്ടാമത്തെ നിര, ഒന്നാമത്തെ നിര എന്ന് പറയുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. ഈ രണ്ടാമത്തെ നിര വളർന്നു വന്നതിൽപ്പെട്ടവരാണ് VD സതീശൻ. അത് മനസ്സിലാക്കണം. തലമുറ മാറ്റം എന്ന് പറഞ്ഞപ്പോൾ ആ നിരയിൽ നിന്ന് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത 8-10 മാസം, ആ 8-10 മാസത്തിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാല് KPCCയുടെ യോഗങ്ങൾ എത്ര ചേരുന്നു എന്നുള്ളതാണ്. KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി കൃത്യമായി വിളിക്കുമോ എന്നുള്ളതാണ്. KPCC ജനറൽ ബോഡി വിളിക്കുമോ എന്നുള്ളതാണ്. DCCയുടെ 6-8 DCCയുടെ പുനഃസംഘടന എത്രയും പെട്ടെന്നുണ്ടാകും എന്നുള്ളതാണ്. ഈ വക കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സ്മൃതി പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോഴത്തെ അവസ്ഥയില് 2 ആഴ്ചക്കുള്ളിൽ ഒരു പക്ഷേ DCCകൾ പുനഃസംഘടിപ്പിക്കപ്പെട്ടേക്കാം, KPCCയുടെ പുനഃസംഘടന വന്നേക്കാം. അത് മാത്രവുമല്ല, കേരളത്തിലെ
ക്യാമ്പ് എക്സിക്യൂട്ടീവ് എന്ന രീതിയിൽ ഈ MP-മാരെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടൊരു യോഗം ഉടൻ തന്നെ KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് വിളിക്കാനും സാധ്യതയുള്ളതായിട്ട് എനിക്കറിയാം. ശരി, കോൺഗ്രസിന്റെ പുതിയ പ്രവർത്തന രീതി, പുതിയ ടീം ഇടതുപക്ഷത്തിന് വെല്ലുവിളിയാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ജി ലൂക്കോസ്, പുതിയ അധ്യക്ഷൻ മാത്രമല്ല, പുതിയ ടീം, ഒരു പുതിയ പാക്കേജ് എന്ന രൂപത്തിലാണ് പുതിയ നേതാക്കളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ പാക്കേജിൽ വരുന്ന നേതാക്കൾ ഇനി നടത്താൻ പോകുന്ന പ്രവർത്തനം അത് വെല്ലുവിളി ഉണ്ടാക്കും ഇടതുപക്ഷത്തിന് എന്നുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? സ്മൃതി, ഇതുപോലത്തെ പുതിയ ടീമുകൾ നിരന്തരമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നൊരു പ്രതിഭാസമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ആദ്യമായിട്ടല്ല ഒരു പുതിയ ടീമിനെ ഇവിടെ AICC നിയോഗിക്കുന്നത്. ബഹുമാനപ്പെട്ട കെ സുധാകരൻ 2021 ഇതുപോലെ തന്നെ ഒരു ചടങ്ങിൽ അദ്ദേഹം അവരോധനായി. അന്ന് അതേ ഒരു പ്രസ്ഥാനം നടത്തിയിരുന്നു. ഇനി പിണറായി വിജയനെ താഴെ ഇറക്കാതെ താൻ KPCC പ്രസിഡന്റ് താൻ ഒഴിയലെന്ന് പറഞ്ഞു. പിണറായി വിജയൻ ആ സ്ഥാനത്ത് തുടരുന്നുകൊണ്ട് ബലം പിടിച്ച് നോക്കിയെങ്കിലും പുറത്താകേണ്ട വന്നു കെ സുധാകരനും. ആ സുധാകരൻ ഇന്നലെ ബഹുമാനപ്പെട്ട സണ്ണി സാറിനെ കുറിച്ചൊരു വാക്ക് പറയട്ടെ. സണ്ണി ജോസഫ് സാർ എന്ന് പറയുന്ന വ്യക്തിയെ പേഴ്സണലായിട്ട് ഒരു മാന്യനായ മനുഷ്യനായിട്ട് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഒരു മിതഭാഷയാണ്, ജെന്റിൽമാനാണ്. പക്ഷേ കെ സുധാകരൻ ഇന്നലെ നടത്തിയ പ്രസ്താവന, അരമണിക്കൂർ നടത്തിയ പ്രസ്താവന, ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് അണികളിൽ ഏറ്റവും പ്രിയങ്കരനായ നേതാവായ കെ സുധാകരൻ ഒരു അരമണിക്കൂർ ഒരു സർക്കാരിന്റെ നേട്ടം പോലെ തന്നെ ഒരു ബഡ്ജറ്റ് പ്രസംഗം പോലെ അദ്ദേഹം പ്രസംഗിച്ചത്. ഇന്ത്യയിൽ ഇതുവരെ തന്നെ പോലെ ഒരു മിടുക്കനായ KPCC പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല എന്നുള്ള ഭാവേന അദ്ദേഹത്തിന്റെ പ്രസംഗം. അത് സ്മൃതി എല്ലാവരും നേരിട്ട് കേട്ടതാണല്ലോ. അവസാനം അദ്ദേഹം ഒരു വാക്കുകൂടെ പറഞ്ഞു, താൻ ആരോഗ്യവാനാണ്. തനിക്ക് അതിന്റെ അർത്ഥം എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ പരിഗണിച്ചാണല്ലോ, അല്ല ആരോഗ്യം മോശമാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹം ഒഴിവാണെന്ന് ഉള്ള വാർത്തകളെല്ലാം ചമച്ചത്. അപ്പോൾ തനിക്ക് തുടരാവാര് തന്നെ ഇറക്കി വിട്ടതാണെന്നുള്ള ഭാവനയാണ് അദ്ദേഹം പോയിരുന്നത്. പിന്നീട് ആ പ്രസംഗത്തിൽ ഒരു പ്രതിഷേധ സമ്മേളനത്തിന്റെ ധ്വനിയാണ് വന്നത്. അത് നിർഭാഗ്യകരമായെന്ന് പറയുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല. അവിടെ ബഹുമാനപ്പെട്ട കൊടിക്കൽ നിന്ന് സുരേഷ് ആ പ്രസംഗം തുടങ്ങിയത് തന്നെ ചുമരിലെ മുൻ KPCC പ്രസിഡന്റുമാർ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് ഇവരിൽപ്പെട്ട അല്ലെങ്കിൽ ദളിതരായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരാളെ പോലും പ്രസിഡന്റാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം പരിദേവനം നടത്തി. അദ്ദേഹത്തിനെ ഒരു 3 മാസം മുമ്പ് വാർത്തകളിൽ സ്ഥാനം പിടിച്ചു. KPCC പ്രസിഡന്റ് അദ്ദേഹത്തിനെ പരിഗണിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതിഷേധം സണ്ണി ജോസഫിനെ തെരഞ്ഞെടുത്തതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി. താൻ ആ സ്ഥാനത്തെത്തിയില്ല എന്ന ദുഃഖം മാത്രമാണ് അദ്ദേഹത്തിന്. അല്ല, സണ്ണിക്കുട്ടിയെ അല്ല, തീർച്ചയായിട്ടും അത് പരസ്യമായിട്ട് പറഞ്ഞതല്ല. അല്ല, തന്നെ അദ്ദേഹം അർഹനാണ്. കൊടിക്കുന്നിൽ സുരേഷ് 9ാമത്തെ തവണയാണ് ലോക്സഭയിലെത്തുന്നത്. കേബിനറ്റിലും പറഞ്ഞൊരു വാചകം എന്താ? പറയാൻ പാടില്ല. നിൽക്കുന്ന ഒരാൾ അത് പരിഗണനയല്ലേ? തീർച്ചയായിട്ടും പരിഗണനയല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് പരിഗണിക്കേണ്ടതായിരുന്നു. ആരുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്? കൊടിക്കുന്നിൽ സുരേഷിന്റെയോ? അതെ. അല്ല സ്മൃതി, കൊടിക്കുന്നിൽ സുരേഷ് അതിന് 100% അർഹനാണെന്നുള്ളവരാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട കെ മുരളീധരൻ ഒരു കമന്റ് പറഞ്ഞു. ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ ഞാനത് കേട്ടതാ, മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന്. അദ്ദേഹം പറഞ്ഞെന്താ, സുരേഷ് ഒരു MP സർക്കാരിന്റെ പൈസയിൽ ഡൽഹിക്ക് പോകാം, അതായത് താങ്കൾക്ക് ഇത്രയൊക്കെ മതിയെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. എന്നിട്ട് പറയാൻ കാരണം അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നത് തെറ്റല്ലേ? കാരണം എനിക്ക് ആ പൈസ ഇല്ല, എനിക്ക് തന്നെ കയ്യിൽ നിന്ന് കാശെടുത്ത് പോകേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അതൊക്കെ മനസ്സിലായിരുന്നു. 10-13,000 രൂപ അദ്ദേഹത്തിന് മുടക്കുന്നതിനുള്ള കഷ്ടപ്പാട് കൊണ്ടായിരിക്കും ഇദ്ദേഹത്തിന് പൈസ കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതല്ല ഇവിടുത്തെ വിഷയം. അതേസമയം അദ്ദേഹം പറഞ്ഞ വേറൊരു വാചകമുണ്ട്. ആ സമ്മേളനത്തിൽ പറയാവുന്നതായിരുന്നോ? ഒരു കെട്ടറപ്പുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞെന്താ, വടകരയിൽ അദ്ദേഹത്തിന് ഒഴിവാക്കി തൃശ്ശൂർ വിട്ട് രാഷ്ട്രീയപരമായിട്ട് ഒരു സ്ഥാനമില്ലാതെ കണ്ട് ഒരു അനാഥാവസ്ഥയിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടതിനെ കുറിച്ച് അതെന്താ പറഞ്ഞേ? ഷാഫി വടകര വന്ന് അദ്ദേഹത്തിന് ഗ്രാഫ് ഉയർന്നു, എന്റെയും TN പ്രതാപിന്റെ ഗ്രാഫ് ഇടിഞ്ഞു താഴ്ന്നു. അതിൽ നിന്നെന്താ അർത്ഥമാക്കുന്നത്? അത് വായിച്ചല്ല, അത് കേട്ട എല്ലാവർക്കും മനസ്സിലാകത്തില്ലേ? മൂന്നാമത് രമേശ് ചെന്നിത്തല വന്ന് എന്താ പറഞ്ഞത്? രമേശ് ചെന്നിത്തല വളരെ മാന്യമായിട്ട് പറയുന്നത് ഞാനും പ്രതീക്ഷിച്ചത്. അദ്ദേഹത്തിന്റെ മോഹമെല്ലാം വളരെ എന്താ പറയുക, ഒരു വോയിസ് ഓഫ് ഡിസന്റ്, അപശബ്ദങ്ങൾ. പക്ഷെ ഈ പറയുന്ന ഗ്രാഫ് ഉയർത്തിയവർക്ക് ഇപ്പോൾ ചുമതലയുണ്ടെന്നേ. അല്ല, അതൊക്കെ അവിടെ നിൽക്കേണ്ട സ്മൃതി. എന്നോട് ചോദിച്ചു, അതിന് മറുപടി പറയട്ടെ. നിങ്ങളിപ്പം അദ്ദേഹം ഒരു യോജിപ്പിലൂടെ വന്നു കഴിഞ്ഞു, അദ്ദേഹം ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഭരണം കിട്ടുമോ, ഞങ്ങൾ പേടിക്കുന്നുണ്ടെന്നുള്ള ചോദ്യം. പുത്തരിയെ കല്ല് കഴിച്ച് അതേ ഒരു പാമ്പും കൂട്ടിലേക്ക് കയറി വന്നുള്ളവർ അദ്ദേഹം തന്നെ ഇന്ന് രാവിലെ പറഞ്ഞൊരു വാക്കിൽ നമുക്ക് മനസ്സിലാവും. ഈ 3 പേരും അത് രമേശ് ചെന്നിത്തല പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. ഏതാനും ആളുകളുടെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ചില ആളുകളുടെ ആളാണ് ഇദ്ദേഹം എന്നാ പറയണത്, അല്ലാന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം എന്തുകൊണ്ടാ? ആ മൊനയൊന്നും ആർക്കട്ടാ, KC വേണുഗോപാലിന്റെ BD സതീശനുണ്ടാ, ഒരംശം കെ സുധാകരനുണ്ടും. അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? അദ്ദേഹം ആ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്താ?
അദ്ദേഹം അവിടെ ഇരുന്ന വേദിയിലിരുന്ന KC വേണുഗോപാലിന്റെ മോഹഭാവം നിങ്ങൾ മാധ്യമങ്ങളിൽ ക്ലോസപ്പിൽ കാണിച്ചില്ലേ? അസ്വസ്ഥത അദ്ദേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അതേസമയം നിങ്ങളൊന്ന് മനസ്സിലാക്കി, ഇവിടെ നേരത്തെ സണ്ണിക്കുട്ടി അബ്രഹാം സാർ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ ചോദിക്കുന്നു, ഞാൻ പറയാൻ ആഗ്രഹിച്ച ഇവിടെ നമ്മുടെ ബെന്നി ബെഹനാൻ, ബഹുമാനപ്പെട്ട ബെന്നി ബെഹനാൻ, ആ ബെന്നി ബെഹനാന്റെ പ്രൊഫൈൽ നിങ്ങളത് വായിച്ചു നോക്കിയേ. അദ്ദേഹം KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, വളരെ ചെറുപ്രായത്തിൽ പുറത്തുനിന്നുള്ള MP ആയി, 33 വർഷമായിട്ട് AICC മെമ്പറാണ്. ഇപ്പൊ UDFന്റെ കൺവീനറായിരുന്നു. ഇപ്പൊ തുടർച്ചയായിട്ട് 2 തവണ മഹാഭൂരിപക്ഷത്തിൽ MP ആവുന്നു. അദ്ദേഹത്തിന്റെ കുറവെന്താ? അത് നിങ്ങൾ ആദ്യം പറയേ. അദ്ദേഹത്തിനെ KPC പ്രസിഡന്റായിട്ട് പരിഗണിക്കണമെന്നുള്ള ഒരു വലിയ വാർത്തകൾ വന്നു. അദ്ദേഹത്തിന് എന്തുകൊണ്ട് പരിഗണിച്ചില്ല? 2 കുറ്റങ്ങളെ കണ്ടുപിടിച്ചിരിക്കുന്നതായിട്ട് ജനങ്ങൾ, ഇവിടെ മാധ്യമങ്ങൾ പറയുന്നത് എന്താ? ഒന്നത് യാക്കോബ സമുദായത്തിൽപ്പെട്ട ആളാന്നുള്ളതും, യാക്കോബ സമുദായത്തിൽപ്പെട്ടൊരു കുറവാണോ? അവർക്കൂടെ വോട്ടവകാശമില്ലേ? രണ്ടാമത്തതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് തടയാനുള്ള കാരണം. അദ്ദേഹം KC വേണുഗോപാലിന്റെ VD സതീശന്റെ കയ്യിൽ ഒതുങ്ങത്തില്ല. അവർ പറഞ്ഞ ചട്ടക്കൂട്ടിൽ നിന്നും അദ്ദേഹം ഒതുങ്ങുന്നൊരു വ്യക്തിയല്ല. കാരണം അത് ഉമ്മൻചാണ്ടി സാറിന്റെ കളത്തിൽ നിന്ന് വന്നു. ഒരു കാലത്ത് A ഗ്രൂപ്പിനെ അദ്ദേഹം ചുമന്നുകൊണ്ട് നടക്കുമായിരുന്നു. വളരെ തന്റേടിയ ഒരു രാഷ്ട്രീയ നേതാവ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നേതാവാണ് ഈ ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന ആള്. ഒരു രാഷ്ട്രീയ നേതാവിന്റെ എല്ലാ ശൈലിയും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനെ തഴഞ്ഞു. എങ്ങനെയാണ് സണ്ണി ജോസഫ് സാർ ഈ കസേരയിലേക്ക് വരുന്നത്? എങ്ങനെയാ? അതല്ല ഈ ചർച്ചയുടെ ഏറ്റവും വലിയ വിഷയം. അവിടെയല്ലേ കോൺഗ്രസ്സുകാരുടെ അതൃപ്തി വരുന്നത്? അദ്ദേഹം വരുന്ന കഥകൾ നമുക്കറിയാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല, സമയം കുറവുണ്ട്. പക്ഷേ വിട്ടുനിന്നവരുടെ പേരുകൾ നിങ്ങൾക്കറിയാവോ? ബഹിഷ്കരിച്ചവരുടെ പേര്. അതിൽ ഒന്നാം സ്ഥാനം ഈ പറയുന്ന ബെന്നി ബെഹനാൻ സാറിനാണ്. അദ്ദേഹത്തിന്റെ പ്രൊഫൈലും സണ്ണി ജോസഫ് സാറിന്റെ പ്രൊഫൈലും തമ്മിൽ കമ്പയർ ചെയ്താൽ തന്നെ അറിയാമല്ലോ. സണ്ണി ജോസഫ് സാർ ഇന്ന് കേരളത്തിലെ പ്രമുഖമായ ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ, അതിന് കോപ്പി എന്റെ അടുത്തുണ്ട്, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനോട് വർക്കല കഹാറി എന്ന് താങ്കളുടെ പേര് നിർദ്ദേശിക്കുകയാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, അത് ഞാൻ പറയും എന്ന് പറഞ്ഞപ്പോൾ സണ്ണി ജോസഫ് സാർ പറഞ്ഞത്, കേരളം മുഴുവൻ പ്രവർത്തനം ഇല്ലാത്ത എന്നെ എങ്ങനെയാണ് ഇതിനകത്ത് പരിഗണിക്കണം അദ്ദേഹം ചോദിച്ചു. അദ്ദേഹത്തിന് തന്നെ ബോധ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു ജെന്റിൽമാൻ, അദ്ദേഹം തുറന്ന് സംഭവിച്ചു. അതേസമയം ബെന്നി ബെഹനാൻ എന്ന് പറഞ്ഞ ആൾ ആ രീതിയിലാണോ? കൊടിക്കൽ സുരേഷിനെ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇനി വേണ്ട. രണ്ടാമത് ബഹിഷ്കരിച്ചതാരാ? സാക്ഷാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഫയർ ബ്രാൻഡ് വാക്കുകളുടെ ഉടമയായ, കോൺഗ്രസിലെ ഒരു വേറിട്ട ശബ്ദമായ, കോൺഗ്രസിലെ പ്രവർത്തകരിൽ വളരെയധികം ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുള്ള നല്ലൊരു യോദ്ധാവായ രാജ്മോഹൻ ഉണ്ണിത്താനും ബഹിഷ്കരിച്ചു. ഇടുക്കി MP D. കുര്യാക്കോസ് ബഹിഷ്കരിച്ചു. MK രാഘവന് ശശിധരന്റെ ആളാന്ന് വിചാരിക്കാം. സാക്ഷാൽ ശശി തരൂർ ബഹിഷ്കരിച്ചു ഇന്നലത്തെ ആ സമ്മേളനം. അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ബഹിഷ്കരിച്ചത്? അവരെ പോലുള്ളവർക്കൊന്നും ഈ പറയുന്ന സണ്ണി ജോസഫ് സാറിനെ പോലെയുള്ള താരതമ്യേന കേരളം മുഴുവൻ അറിയപ്പെടാത്ത ഒരാൾ ആ പോസ്റ്റിലേക്ക് വന്നപ്പോൾ അതിലവർക്ക് അതൃപ്തിയുണ്ട്. അദ്ദേഹത്തിനെ കൊണ്ട് എങ്ങനെയാണ് ഈ ആളുകളെ മുഴുവൻ ഒന്നിച്ചു നിർത്താൻ പറ്റുക? അപ്പൊ രണ്ടാമത് ഏറ്റവും വലിയ പ്രശ്നം ഇന്നുണ്ടായിരിക്കുന്നു. മുഴുവൻ MPമാരെയും മുതിർന്ന നേതാക്കന്മാരെയും ഇവിടെ VM സുധീരന് എക്സ്ക്യൂസ് കൊടുക്കുന്നതിനെ കുറിച്ച് പ്രിയപ്പെട്ട ശ്രീകുമാർ സാർ പറഞ്ഞു. ശ്രീകുമാർ സാർ എന്ന അതല്ല, ഈ കഴിഞ്ഞ മാസം ഡൽഹിയിൽ നിന്ന് വിളിപ്പിച്ച യോഗത്തിൽ ബഹുമാനപ്പെട്ട VM സുധീരൻ പങ്കെടുത്തിരുന്നു. അദ്ദേഹം പങ്കെടുത്തില്ല. രണ്ടാമത് പങ്കെടുത്താത്ത ആരാ? സാക്ഷാൽ K. സുധാകരൻ ഇന്ന് പങ്കെടുത്തില്ല. K. സുധാകരൻ തന്റെ വിയോജിപ്പ് പറഞ്ഞു കഴിഞ്ഞു, പരസ്യമായിട്ട് തന്നെ അദ്ദേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. മൂന്നാമത് പങ്കെടുക്കാത്ത ആരാണ്? K. മുരളീധരൻ പങ്കെടുത്തിട്ടില്ല. കർശനമായിട്ട് പങ്കെടുക്കണമെന്നാ പറഞ്ഞേ. ഈ പുതിയ ടീമിൽ കുറെ ആളുകളല്ലാതെ ആരും അവിടെ പോയില്ല. AICCയുടെ പരമോന്നത നേതൃത്വത്തെ പോലും അവർ ധിക്കരിച്ചിരിക്കുന്നു. അപ്പൊ ആദ്യം തന്നെ അല്ല, അങ്ങനെയാണല്ലോ കർശനം എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. ഹൈക്കമാൻഡ് പറയുകയാണ് നിങ്ങൾ നാളെ ഇവിടെ വരണമെന്ന് പറഞ്ഞാൽ അവർ ചെല്ലാൻ ബാധ്യസ്ഥരല്ലേ? അപ്പൊ പിന്നെ കർശനം എന്നുള്ള വാക്ക് തന്നെ അവിടെ പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതിൽ നിന്ന് എന്നാ മനസ്സിലാക്കുന്ന ഈ ബഹിഷ്കരണം, ഈ പറയുന്ന നല്ലൊരു മനുഷ്യനായ, പ്രവർത്തനങ്ങളിലെല്ലാം വളരെ മാന്യനായിട്ടുള്ള ചുരുങ്ങിയ ഒരു സ്ഥലത്ത് മാത്രമേ അദ്ദേഹം അറിയപ്പെടുന്നുള്ളൂ. അദ്ദേഹം 3 പ്രാവശ്യം MLA ആയിട്ടുണ്ട്. അവിടെ ഉളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോർപ്പറേറ്റ് ബാങ്കിന്റെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. ഒക്കെ നമ്മൾ സമ്മതിച്ചു. അദ്ദേഹത്തെ പോലെയുള്ള ഒരു ആളിനെ കേരളം മുഴുവനും വൈഡ് റേഞ്ചിൽ പ്രവർത്തിക്കാത്തൊരു വ്യക്തിയെ തങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, അതിലും വലിയ പ്രൊഫൈലുമായിട്ടിരിക്കുന്ന നേതാക്കന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്നുള്ളവരും പരസ്യമായിട്ട് അവർ പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരു KPCC പ്രസിഡന്റ് കൂടത്തിൽ ഇപ്പൊ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് പേടിക്കുന്നത്? എങ്ങനെയാണ് ഇടതുപക്ഷം ഈ കാര്യത്തിൽ ഭയക്കുന്നത്? ഇടതുപക്ഷം 3.0 3.0 ഒരു സംശയമല്ല കാര്യത്തിൽ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നമേ അല്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. സാധാരണ കോൺഗ്രസിന് വേണ്ടി വളരെ തീവ്രതയോടെ വാദിക്കുന്ന ആളാണ് സണ്ണിക്കുട്ടി അബ്രഹാം സാറ്. അദ്ദേഹം പോലും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി, അദ്ദേഹത്തിന് വിഷമമുണ്ടാ. പക്ഷെ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തം, കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, കോൺഗ്രസ് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരിക്കലും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതൊരു ഒരു വിധം പറയുകയാണെന്ന് അദ്ദേഹം ചെന്ന് കയറിയിരിക്കുന്ന ആ കൂട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ മാനസിക സംഘർഷം എന്നാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാൻ പറ്റും. ഇനി ഒറ്റ വാചകം കൂടെ പറയാം ആദ്യത്തെ ഘട്ടത്തിൽ. MM ഹസൻ എന്ന് പറയുന്ന നേതാവുണ്ട്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ, ഞാനൊക്കെ LP സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് KSUവിന്റെ പ്രസിഡന്റായിട്ട് കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രസംഗിച്ച് ജനങ്ങളെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് യുവാക്കളുടെ ഹരമായിരുന്നു MM ഹസൻ. അദ്ദേഹം പദവി വഹിച്ചിട്ടുണ്ട്. 5 തവണ MLA, 1 തവണ മന്ത്രി, താൽക്കാലികമായിട്ടൊരു പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു. 4 വർഷമായിട്ട് UD കൺവീനർ സ്ഥാനത്തിരുന്നു. അദ്ദേഹം പല രീതിയിൽ മനുഷ്യർക്ക് വിയോജിക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്.
അതൊക്കെ ശരി, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അദ്ദേഹത്തിനോടൊരു കാരണം പോലും കാണിക്കാതെ തോളത്തെടുത്ത് ഷർട്ടെ പിടിച്ച് മാറ്റിയിട്ടു. ഇന്നലെ വൈകുന്നേരം ഒരു വാക്ക് പോലും പറയാതെ അദ്ദേഹത്തെ തഴഞ്ഞു. എന്ത് തെറ്റായത്? ഇന്നലെ വൈകുന്നേരം 6 മുസ്ലിം സംഘടനകൾ ഇന്നലെ തിരുവനന്തപുരത്ത് പാളയത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ കൂടി അദ്ദേഹത്തിനെ, ആ മുസ്ലിം സമുദായത്തിന്റെ ഒരു പ്രതിനിധി അല്ല, ഒരു മതേതര മുഖമായ അദ്ദേഹത്തിന് നിഷ്കരണം തള്ളിക്കളഞ്ഞതിനെതിരെ അവർ പ്രമേയം പാസാക്കി. ഇന്ന് അത് പത്ര റിപ്പോർട്ടുണ്ട്, എന്റെ അടുത്ത് തന്നെ ഒരു കോപ്പിയുണ്ട്. അപ്പോൾ പുത്തനരിയിൽ കല്ല് കടിച്ചിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചോളം അവർക്ക് ഹൈക്കമാൻഡിനൊന്നും അവർക്കൊരു ഭയവും ഇല്ല. കെ സുധാകരന് ഭയമില്ല. കെ സുധാകരന് ഭയമില്ലാത്തതുകൊണ്ടല്ലേ അദ്ദേഹം വെല്ലുവിളിച്ചത്. ഇപ്പൊ കെ സുധാകരന്റെ കൂട്ടത്തിലാണ് ആള് കൂടുതലുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു നിഴൽ മാത്രമായ സണ്ണി ജോസഫിന്റെ കൂടെയാണ് ആള് കൂടുതലുള്ളതും കേരളത്തിലെ ചരിത്രം അറിയാം. കാരണം കെ സുധാകരൻ നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും അദ്ദേഹം ഒരു എന്താ പറയുക, കോൺഗ്രസ് പ്രവർത്തകർക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിണറായി വിജയൻ ഇറക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർക്ക് അദ്ദേഹം ഒരു ഹരമാ. കാരണം അദ്ദേഹത്തിന്റെ ശൈലി, ബോഡി ലാംഗ്വേജ് ഇതെല്ലാം ഒരു ഹരമാണ്. അപ്പൊ അദ്ദേഹത്തിലൂടെ തന്നെ ഒരു പിളർപ്പിന്റെ വക്കിലേക്ക് ഈ പാർട്ടി എത്തിയിരിക്കുന്നു. ഇതാണ് സത്യം. അതുകൊണ്ട് സണ്ണി ജോസഫിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഗോവിന്ദനുമായിട്ടുള്ള ഒരു താരതമ്യം അവിടെ നടക്കുന്നുണ്ട്. ചിലരെങ്കിലും അത് പറയുന്നുണ്ട്. അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ സണ്ണി ജോസഫ് അവിടെ DCC പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ ഇതാ KPCC പ്രസിഡന്റ് ആകുന്നു, അവിടെ CPM സംസ്ഥാന സെക്രട്ടറി ആകുന്നു. അപ്പോൾ ആ നിലയ്ക്ക് കണ്ണൂരിൽ നിന്ന് വരുന്ന 2 നേതാക്കൾ എന്ന നിലയ്ക്ക് ഒരു നേതാവ് ഉയർന്നു വരേണ്ടതില്ല എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉയർന്നു നിൽക്കുന്നവർ തന്നെ മതി ഇനി അങ്ങോട്ട് എന്നതാണോ താങ്കൾ പറഞ്ഞതിന്റെ ഒരർത്ഥം? ഒരിക്കലുമല്ല. അത് കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരാണ് തീരുമാനിക്കേണ്ടത്, ഞങ്ങളെപ്പോലുള്ളവരല്ല തീരുമാനിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞില്ലേ, ഇത് ഇന്നലെ ഇന്നുമായിട്ട് കേരളത്തിൽ നടക്കുന്ന വളരെ വിഷ്വലായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെല്ലാം ഞാൻ പങ്കുവെച്ചോണ്ട് വേറൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ ഗോവിന്ദ മാഷോടും മറ്റേതൊക്കെ സണ്ണി ജോസഫ് സാർ ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ് സണ്ണി ജോസഫ് സാറ്. ഞാൻ അദ്ദേഹത്തിനോട് നിരവധി ചാനൽ ചർച്ച പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം വളരെ മാന്യമായിട്ട് സംസാരിക്കുള്ളൂ. എന്റെ ബന്ധുക്കൾ നിരവധി ഉളിക്കലെന്ന് പറഞ്ഞ സ്ഥലത്ത് അതിന് തൊട്ടടുത്ത് നെല്ലിക്കാമ്പൊക്കെ ജീവിക്കുന്നുണ്ട്. അവർ എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തുടർച്ചയായി വിജയിക്കുന്നുണ്ട്. അല്ല, അങ്ങനെ വിജയിക്കുന്ന എത്ര ആളുകളുണ്ട് കേരളത്തിൽ? പ്രാദേശികപരമായിട്ടുള്ള ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നല്ല MLA ആയിട്ടുണ്ടെങ്കിൽ അവർ വിജയിച്ചു വരും. അതുപോലെയുള്ള കേരളം പോലുള്ള ഒരു വലിയ ഒരു ഏരിയയിൽ പ്രവർത്തന പാരമ്പര്യവും പിന്നെ അവിടുത്തെ പാർട്ടിക്കാരുമായിട്ട് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് ആ വ്യത്യാസമാണ് ഈ പറയുന്ന മുതിർന്ന നേതാക്കന്മാരെ ഇതിനകത്ത് ബഹിഷ്കരിക്കുക. ഐക്യത്തോടെ കൊണ്ടുപോകാൻ പറ്റിയ അത്രയും ശക്തനായ നേതാവല്ല എന്നുള്ളതാണ് താങ്കളുടെ വിലയിരുത്തൽ. ശ്രീ സജീവൻ, സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങ് തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മുന്നോട്ടുള്ള പോക്ക് എത്രത്തോളം സുഗമമാണ് സണ്ണി ജോസഫിന് എന്നാണ് താങ്കൾ കരുതുന്നത്? നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്രാവശ്യത്തെ KPCC എന്ന് പറയുന്നത് ഒരു ടീം KPCC ആയിട്ടാണ് ദേശീയ നേതൃത്വം ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പറയുന്നത് തുടക്കം മുതൽ കേരളത്തിലെ KPCCയുടെ തുടക്കം മുതൽ തന്നെ അത് പ്രസിഡന്റ് അധ്യക്ഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു, ഒരു പ്രസ്ഥാനമായിരുന്നു. പക്ഷേ വളരെ കുറഞ്ഞ കാലത്ത്, ഇപ്പോൾ തെന്നലയുടെ കാലത്തൊക്കെയാണ് അധ്യക്ഷ കേന്ദ്രീകൃതം എന്നതിന് മാറ്റി പറയാവുന്നേ ഉള്ളത്. CKG ഒക്കെ വളരെ ശക്തമായ രൂപത്തിൽ അധ്യക്ഷൻ്റെ ഒപ്പം നിൽക്കുന്ന, അധ്യക്ഷൻ തീരുമാനിക്കുന്നതിന് അനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോയ ആളുകളാണ്. അത് കഴിഞ്ഞ് ഇതുവരെ ഇപ്പം VM സുധീരനാണെങ്കിലും മുല്ലപ്പള്ളി ആണെങ്കിലും ഏറ്റവും ശക്തമായിട്ട് പറയാവുന്ന K സുധാകരൻ, അത് അദ്ദേഹം അധ്യക്ഷ കേന്ദ്രീകൃതമായിട്ട് കൊണ്ടുപോയതാണ്. ഇത്തവണ അതല്ല. ഇത്തവണ ടീം KPCC ആയിട്ടാണ്. ഒരുപക്ഷേ KPCC പ്രസിഡന്റിനേക്കാൾ കുറേ കൂടി ശക്തമായി പ്രവർത്തിക്കുന്ന വർക്കിംഗ് പ്രസിഡന്റുമാരുള്ള ഒരു പാർട്ടിയായിട്ട്, അതൊരു പ്രസ്ഥാനമായിട്ട് തന്നെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇത് കാണേണ്ട പ്രത്യേകത. അതായത് ഷാഫി പറമ്പിലാണെങ്കിലും വിഷ്ണുനാഥ് ആണെങ്കിലും ഒക്കെ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാൻ, പാർട്ടിക്ക് വേണ്ടി വേരോട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകളാണ്. പക്ഷേ അത് നടക്കുമോ എന്നുള്ള ഒരു സംശയം, ഞാനത് നടക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്, പക്ഷേ നടക്കുമോ എന്നുള്ള സംശയമുണ്ട്. കാരണം സണ്ണി ജോസഫിൻ്റെ ഇതുവരെയുള്ള ഗ്രാഫ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സണ്ണി ജോസഫ് കണ്ണൂർ DCC പ്രസിഡൻ്റ് ആവുന്നത് സുധാകരൻ്റെ തണലിലാണ്. സുധാകരൻ്റെ തട്ടകത്ത് അദ്ദേഹം ഇവിടെ MP ആയിട്ട് മത്സരിക്കുന്ന സമയത്ത്, ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം, അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമാണ് സണ്ണി ജോസഫ് അവിടെ പ്രവർത്തിച്ചിട്ട് DCC പ്രസിഡൻ്റ് ആയിരുന്നത്. അത് പിന്നീട് അങ്ങോട്ടേക്ക് സണ്ണി കൃത്യമായിട്ട് സുധാകരൻ്റെ നിഴലായിട്ട് നിന്നിട്ടൊരു നേതാവാണ്. ഇപ്പോൾ സുധാകരൻ തന്നെയാണ്, നമുക്കറിയാം, ആൻഡോയെ മാറ്റിക്കൊണ്ട്, ആൻഡോയെ വെട്ടിക്കൊണ്ട് സണ്ണിയെ, ഈ ഒരു ക്രിസ്ത്യാനിയെ തന്നെ, ഒരു കത്തോലിക്കനെ തന്നെ പ്രസിഡൻ്റ് ആക്കണമെന്ന് വന്ന സമയത്ത് അവിടെ സണ്ണി വേണമെന്ന് വാശി പിടിച്ച സുധാകരനാണ്. അപ്പോൾ സുധാകരൻ ഇപ്പോഴും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച സുധാകരൻ
ഒരുപക്ഷെ സണ്ണിയെ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തിയാൽ അതുണ്ടാക്കുന്ന പ്രശ്നമുണ്ട്. അത് അപ്പോൾ ഈ ടീം KPCC എന്ന് പറയുന്നത് പലപ്പോഴും നടക്കാത്തൊരു കാര്യമായിട്ട് മാറും. പക്ഷേ അതേ സമയത്ത് ഈ സണ്ണി ഈ സുധാകരൻ്റെ ആ നിർദ്ദേശത്തിനനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അനുയായി ആയിക്കൊണ്ട് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുമോ എന്നുള്ള പ്രശ്നമുണ്ട്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ സുധാകരൻ അവിടെ വലിയ പ്രശ്നമാകും. അപ്പോൾ ഇങ്ങനെയുള്ള ഇതാണ് ഏറ്റവും മറ്റുള്ള ആളുകളുടെ ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനോ VM സുധീരനോ അല്ലെങ്കിൽ മുരളിയോ ആരും അവിടെ പോയിട്ടില്ല എന്ന് വെക്കുന്നതിനേക്കാളൊക്കെ അതൊക്കെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ പല ഘട്ടങ്ങളിലും നേരത്തെ ശ്രീകുമാർ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാറ്. പക്ഷേ സുധാകരൻ ഈ പോവാതിരുന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. സുധാകരൻ പോവാതിരിക്കുമ്പോൾ സുധാകരനും സണ്ണി സുധാകരൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന നിഴലിൽ നിന്ന് മാറിയിട്ട് സുധാകരനത്തിൻ്റെ ഒരു തുല്യനായിട്ട് മാറുന്നൊരവസ്ഥ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ ശരിയായ KPCC പ്രസിഡൻ്റായിട്ട് അധ്യക്ഷ കേന്ദ്രീകൃതമായ KPCC പ്രസിഡൻ്റായിട്ട് സണ്ണി പ്രവർത്തിക്കുമോ എന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ടീം KPCCയുടെ ഭാഗമായിട്ട് സുധാകരൻ്റെയൊക്കെ നിയന്ത്രണം വിട്ടുകൊണ്ട് പോകുമെന്നുള്ള പ്രശ്നമുണ്ട്. ഇതൊക്കെ കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണം സുധാകരൻ നമ്മളങ്ങനെ കുറച്ച് കണ്ടിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ശത്രുക്കളോട് ഏറ്റുമുട്ടലാണ്. അത് CPM-നോടാണെങ്കിലും പിണറായി വിജയനോടാണെങ്കിലും കോൺഗ്രസ്സിനകത്ത് തന്നെ കണ്ണൂർ കോൺഗ്രസ്സിനകത്തുണ്ടാ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാനുള്ളതാണ്. P. രാമകൃഷ്ണനോടൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹം DCC പ്രസിഡൻറ്റിനെ കുറേ സമയം മണിക്കൂറുകളോളം വെയിലത്തിരുത്തിയിട്ട് DCC ഓഫീസിനകത്ത് കയറാൻ സമ്മതിക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ സുധാകരൻ്റെ ഒരു നിയന്ത്രണം വിട്ടുപോകുന്നൊരവസ്ഥയിൽ അത് സണ്ണിക്ക് എത്രമാത്രം ഈസിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ചോദ്യമുണ്ട്. അതല്ലാത്ത രൂപത്തിൽ മുൻപത്തെ KPCC പ്രസിഡന്റുമാർക്കൊന്നും കിട്ടാത്ത തരത്തിലുള്ള ഒരു പദവി അംഗീകാരം പാർട്ടി നൽകിയിട്ടുണ്ട്, AICC നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അവിടെ പ്രസക്തമാണല്ലോ. ദേശീയ നേതൃത്വം എന്ത് തീരുമാനിക്കുന്നു എന്നതിൽ തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അത് ദീപാദാസ് മുൻഷി കൃത്യമായി സൂചിപ്പിക്കുന്നു. ഇവിടെ വന്ന് നടത്തിയ യോഗങ്ങൾ അതിനുശേഷം ഉറപ്പായിട്ടും അധ്യക്ഷനെ മാറ്റുമെന്നുള്ള തീരുമാനമുണ്ടായിരുന്നു. അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളോട് ഏത് തരത്തിൽ പ്രതികരിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. തനിക്ക് അനാരോഗ്യം ഇല്ല എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിൽ പറയുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇനി ഒരു മറുശബ്ദം അല്ലെങ്കിൽ വ്യത്യസ്ത സ്വരം ഇങ്ങനെ തുടർച്ചയായി പുറത്ത് അങ്ങനെ പ്രകടിപ്പിക്കാൻ അദ്ദേഹം പോകുമോ, ഇങ്ങനെ പ്രത്യേകിച്ചൊരു അംഗീകാരം കിട്ടിയ പശ്ചാത്തലത്തിൽ? അല്ല, തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ അതാണ് പ്രശ്നം. നേരത്തെ ശ്രീകുമാർ പറഞ്ഞു എല്ലാവരും പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞൊന്നും അല്ല പ്രശ്നം. ഇത്തവണത്തെ ഇന്ന് നടന്ന യോഗത്തിൽ, ഡൽഹിയിൽ നടന്ന യോഗത്തിൽ സുധാകരൻ തീർച്ചയായിട്ടും പങ്കെടുക്കേണ്ടത്. അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ KPCC പ്രസിഡൻ്റാണ്. മാത്രമല്ല അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് സ്ഥിരം ക്ഷണിതാവായിട്ട് നിയോഗിക്കപ്പെട്ട ഒരാൾ കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഈ ടീം KPCCയുടെ ഭാഗമായി തന്നെ നിൽക്കേണ്ട ഒരാളാണ് സുധാകരൻ. പക്ഷേ അദ്ദേഹം പോയില്ല. മറ്റു പല ആളുകളെയും ഇപ്പോൾ നേരത്തെ ശ്രീകുമാർ പറഞ്ഞല്ലോ, VM സുധീരൻ പോയില്ല. ഒരു കാരണം പറയാം, മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോകാത്തതിന് കാരണം എന്താണെന്ന് നമുക്കറിയില്ല. അദ്ദേഹം പോയില്ലെങ്കിൽ അദ്ദേഹം നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം പോയില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. മുരളീധരൻ പോയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷേ സുധാകരൻ അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നതിനേക്കാൾ എളുപ്പത്തിൽ കണ്ണൂരിലേക്ക് പോയാലാണെന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് പോയ ഒരാൾ എന്ത് അത്യാവശ്യമായിരുന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അദ്ദേഹം സ്വാഭാവികമായിട്ട് ഇതിനോടൊക്കെ യോജിച്ചുകൊണ്ട് എനിക്കൊരു നല്ല പദവി കിട്ടി, ഞാൻ വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവാണ്, വേണിച്ച വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന രീതിയിൽ തന്നെ പറയാം. അങ്ങനെ ഒരു സ്ഥാനം കിട്ടിയിട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവേശം ഉണ്ടാവേണ്ടേ. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഞാൻ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം ഈ സണ്ണിയെ KPCC പ്രസിഡൻ്റായിട്ട് പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ട് പിന്നാലെ കണ്ണൂർ DCC ഓഫീസിൽ സണ്ണി അദ്ദേഹത്തെ കാണാനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രകടനങ്ങളും ഒക്കെ കണ്ടാണ്. എനിക്കാണോ മാല, എനിക്കാണോ ഷാള് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. മധുരം കൊടുക്കുമ്പോൾ വായിലിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന സ്വാഭാവികമായിട്ടൊക്കെ ആവശ്യമില്ലായിരിക്കും. പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലെയും വാക്കിലെയും പ്രവൃത്തിയിലെയും ഓരോ കാര്യങ്ങളും സുധാകരൻ ഇപ്പോഴും മൂക്ക് കയറിടപ്പെട്ട അവസ്ഥയിലല്ല എന്നാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ മാത്രമല്ല അധ്യക്ഷനെ മാറ്റിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മഹാരാഷ്ട്രയിലും ബീഹാറിലും ഒക്കെ അധ്യക്ഷന്മാരെ മാറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു തലമുറ മാറ്റം സംഭവിക്കുമ്പോൾ ഒരാൾക്ക് മാത്രം ഇവിടെ ഇങ്ങനെ തർക്കിച്ച് ജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നും അങ്ങനെ തർക്കിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ നേതാവിന് ചുറ്റും ഒരു വലിയ സംഘം ഉണ്ടാകുമെന്നും നമുക്ക് കരുതാൻ പറ്റുമോ? അത് ഒറ്റയ്ക്കുള്ള ശബ്ദമായി അങ്ങ് അവസാനിക്കേണ്ടി വരില്ലേ?
അല്ല, അങ്ങനെ സംഭവിച്ചാൽ നല്ല കാര്യമാണ്. കാരണം സുധാകരൻ ബഹളം വെച്ച് കഴിഞ്ഞാൽ പോലും അത് അംഗീകരിക്കപ്പെടാത്തൊരവസ്ഥയുണ്ടെങ്കിൽ കാണും. പക്ഷേ കോൺഗ്രസ്സിൽ നമുക്കറിയാം അവിടെയാണ് സുധാകരൻ്റെ മാത്രം ഒരു പ്രതിഷേധമല്ല ഇവിടെ കാണുന്നത്. നമ്മളൊക്കെ കാണേണ്ട ഇപ്പോൾ ഈ KPCC പ്രസിഡൻറ്റിനെ പ്രഖ്യാപിച്ചപ്പോൾ അതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്ത് ബെന്നി ബെഹനാൻ പറഞ്ഞെന്താണ്? ബെന്നി ബെഹനാൻ പറഞ്ഞു, ഞാനും വാർത്തയിൽ കേട്ടു എന്ന് പറയുമ്പോൾ തന്നെ, അത് വാർത്തയിൽ അദ്ദേഹം കേട്ടതാണെങ്കിൽ പോലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുതിയ പ്രസിഡൻറ്റിന് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹം ആദ്യത്തെ വാക്ക് പറയാൻ പാടില്ലായിരുന്നു, അല്ല ആദ്യത്തെ വാചകം അദ്ദേഹം പറയാൻ പാടില്ല. ഞാനും വാർത്തയിൽ കേട്ടു, നിങ്ങളെപ്പോലെ വാർത്തയിൽ കേട്ടു എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ബെന്നി ബെഹനാൻ്റെയും എ ഗ്രൂപ്പിൻ്റെയും നിലപാട് എന്ന് നമുക്കറിയാം. കാരണം ഇപ്പോൾ ബെന്നി ബെഹനാനാണ് എ ഗ്രൂപ്പിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. അത് തന്നെയാണ് മുരളീധരൻ്റെ കാര്യം. മുരളീധരൻ പറഞ്ഞല്ലോ, ഈ ഗ്രാഫ് താഴ്ത്തലൊക്കെ പറയുമ്പോൾ നമ്മളങ്ങനെ കുറഞ്ഞു കണ്ടിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം ഇല്ല. അല്ല, കെ മുരളീധരന് തൃപ്തിയില്ലാത്ത, കാരണം അദ്ദേഹത്തിന് പറ്റിയ പഴയൊരു അമളിയാണല്ലോ. അദ്ദേഹം KPCC പ്രസിഡൻ്റായിട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പിന്നീട് മത്സരിച്ച് മന്ത്രിയാവാനുള്ള ആവേശം കൊണ്ടും ഉണ്ടാവും. അതിനുശേഷം വീഴ്ചകൾ മാത്രമേ ഉള്ളൂ. ആ വീഴ്ചയുടെ പ്രശ്നങ്ങളാണ് മുരളി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രതികരിക്കാറുള്ളത്. ഗ്രൂപ്പ് എന്നതിൽ മാറി വേറെ രൂപത്തിലാണല്ലോ ഇപ്പോൾ. എ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ ഇപ്പോൾ? അല്ല, അത് എ ഗ്രൂപ്പ് നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടും കുറച്ച് കാണേണ്ട കാര്യം. കുറേ പേര് അങ്ങോട്ട് മാറി, തിരുവഞ്ചൂരിനെ പോലെ ആളുകളൊക്കെ അപ്പുറത്ത് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ എ ഗ്രൂപ്പ് എന്നത് ഇപ്പോഴും ഉണ്ട്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ അസന മാറ്റിയത്, നേരത്തെ പറഞ്ഞല്ലോ, അസന മാറ്റിയതിലുള്ള പ്രതിഷേധം അവർക്കിടയിലുണ്ട്. അപ്പോൾ ഈ കുറേ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുന്നതിനിടയിൽ ഈ ടീം KPCCക്ക് അതിനെയൊക്കെ മറികടന്നു പോകാൻ പറ്റുകയാണെങ്കിൽ, ടീമായിട്ട് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ടീമായിട്ട് നിൽക്കാൻ പറ്റുമോ, ഞാനത് നിൽക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്, നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക എന്തായാലും എൻ്റെ മനസ്സിലുണ്ട് എന്നുള്ള കാര്യം കൂടി പറയേണ്ടതുണ്ടല്ലോ. ശരി കുട്ടി, സമയം വളരെ കുറവാണെന്ന് ചുരുക്കി പറയണം. ഇപ്പോൾ ഈ പുതിയ ടീമാണല്ലോ വന്നിരിക്കുന്നത്, ഒരു പ്രസിഡന്റ് മാത്രമല്ല മാറിയിരിക്കുന്നത്. അപ്പോൾ ഷാഫിയും വിഷ്ണുനാഥും അടൂർ പ്രകാശും ഒക്കെ വരുമ്പോൾ പ്രവർത്തകർക്കൊരു പുതിയൊരു ആവേശം ഉണ്ടാക്കുന്ന രൂപത്തിൽ അവർ പ്രവർത്തിക്കുമെന്ന് കരുതാനാകുമോ? സ്മൃതി, 2-3 പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ ഉണ്ടായിരിക്കുന്നു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ 3 വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ടായിരുന്നു. അവരാരെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. വർക്കിംഗ് ആയിരുന്നോ നോൺ വർക്കിംഗ് ആയിരുന്നോ, അവർക്ക് എന്തെങ്കിലും വർക്ക് ഏൽപ്പിച്ചു കൊടുത്തിരുന്നോ, അതും നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ സണ്ണി ജോസഫ് ഇവിടെ ചെയ്യേണ്ടത് ഒരു ടീം വർക്കിനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ അദ്ദേഹം പുതിയ 3 വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് കൃത്യമായ വർക്ക് ഡിവിഷൻ, അവരെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് അവരെ കൂടെ നിർത്തി അവരെ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യേണ്ടത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിനെ പറ്റിയൊക്കെ ഇവിടെ പറഞ്ഞു. സ്മൃതി, നമുക്കറിയാമല്ലോ, ചിലപ്പോൾ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് പകുതിയായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങുന്ന ഒരാളായിരിക്കും ഗോൾ അടിക്കുന്നതും പിന്നീട് ആ ടീമിൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് മാറുന്നതും. രാഷ്ട്രീയത്തിൽ തന്നെ അങ്ങനെ എത്രയോ ആളുകളുണ്ട്. മുരളിയെ നോക്കൂ, മുരളി ആദ്യം രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴേ വെജിറ്റബിൾ ഓയിൽ വിറ്റ് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നാണ് അദ്ദേഹത്തെ പരിഭാഷേപിച്ചത്. കിങ്ങിക്കുട്ടൻ എന്ന് പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ട്. 80-ന് ശേഷം KPCCയുടെ എയും ഐയും ഒക്കെ ഉണ്ട്. ഇതിലെ പല KPCC പ്രസിഡന്റുമാരെ അടുത്ത് കണ്ടതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് KPCC പ്രസിഡൻസ് എന്ന് നമുക്ക് മുരളിയെ പറയാൻ പറ്റും. അവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കാൻ പറ്റണം. അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ, ഇവിടെ സജീവൻ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു ചെറിയ, എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കറക്ഷൻ ഞാൻ പറയുകയാണ്. അതായത് സണ്ണി ജോസഫ് എന്ന് പറയുന്ന ആള് KPCC പ്രസിഡന്റായത് K സുധാകരൻ്റെ നോമിനിയായിട്ടല്ല. അദ്ദേഹം അവസാനം വരെ സണ്ണിയെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ആ പദവിയിൽ തുടരുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ അജണ്ട. ആന്റണിയെ ഒഴിവാക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ ആ ചർച്ചകൾ അവസാനം സണ്ണിയിലേക്ക് വരികയായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ ചെറുതാക്കി കാണേണ്ട, അദ്ദേഹത്തിനൊരു നല്ല ടീമായിട്ട് ഈ പുതിയ ടീമിനെ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഹി വിൽ ഷൈൻ. ശരി, നമ്മുടെ സമയം കഴിയുന്നതുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ N ശ്രീകുമാർ, ശ്രീ A സജീവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.